നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. കാരണം നമുക്ക് പലപ്പോഴും ഇത് സംഭവിക്കാൻ കാരണം നമ്മുടെ സിം കാർഡിലുള്ള കുറച്ച് സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്യാത്തത് കൊണ്ടാണ്. പിന്നെ പലപ്പോഴും നമുക്ക് സിഗ്നലിൻ്റെ പ്രശ്നം കൊണ്ട് ഇതുണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ സ്ഥലത്ത് ചിലപ്പോൾ നല്ല സിഗ്നൽ ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ കുറച്ച് ഉള്ള ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നമുക്ക് സിഗ്നൽ കുറവാകുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് സ്പീഡ് വളരെ സ്വാഭാവികമായിട്ടും കുറഞ്ഞു പോകും. എന്നാൽ നമ്മൾ ഇന്ന് നോക്കുന്ന സിം കാർഡിൽ കുറച്ച് സെറ്റിങ്സ് മാറ്റം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻ്റർനെറ്റ് സ്പീഡ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് നമുക്ക് വളരെയധികം ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുവഴി നമുക്ക് നമ്മളുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ട് വളരെയധികം സ്കാൻ ചെയ്യും നമ്മുടെ ഫോൺ. ഇതുവഴി നമ്മളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് നമുക്ക് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന 2-3 അടിപൊളി സെറ്റിങ്സ് വഴി നമ്മുടെ ഫോണിലെ ഇൻ്റർനെറ്റ് സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായി നമ്മളുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ വൈഫൈക്ക് താഴെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് താഴേക്ക് വരുമ്പോൾ നമുക്ക് സിം 1 സിം 2 എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ഏതിനാണോ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നത്, അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സിം കാർഡ് ഏതാണോ അത് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ ആക്സസ് പോയിൻ്റ് നെയിംസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ APN എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ബെയറർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ബെയറർ എന്ന് കാണാം. അതിന് താഴെ നമുക്ക് അൺസ്പെസിഫൈഡ് എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മളിവിടെ ചെയ്യേണ്ടത് അൺസ്പെസിഫൈഡ് എന്നുള്ളൊരു ഭാഗത്താണ് നമ്മളിപ്പോൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുള്ളത്. അവിടെ വീണ്ടും ജസ്റ്റ് ടിക്ക് മാർക്ക് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടിക്ക് മാർക്ക് പോവും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് LT മുതൽ നമുക്കിവിടെ കാണാം EHRPD എന്നുള്ള ഒരു സിഗ്നലുണ്ട്. അവിടെ വരെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുത്ത് നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും ടിക്ക് മാർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഓൾ ഓവർ ദ വേൾഡ് ഉപയോഗിക്കുന്ന സിഗ്നലിൻ്റെ ഒരു സ്ട്രെങ്ത്തിൻ്റെ ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് വളരെയധികം ഇൻ്റർനെറ്റ് സ്പീഡ് നമുക്ക് കൂട്ടാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് കൂട്ടിക്കിട്ടും. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ NR എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെയും ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ OK കൊടുക്കുക. OK കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്ക് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. ഡിലീറ്റ് APN. അതിനുശേഷം നമുക്ക് സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കൊണ്ട് അതിൽ സേവ് കൊടുക്കുക. അടുത്തായി നമ്മൾ നോക്കുന്നത് സെറ്റിങ്സിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോണിലേക്ക് ബാക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ പ്രിഫർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ചിലരുടെ ഫോണിൽ അത് നെറ്റ്വർക്ക് മോഡ് എന്നുള്ള രീതിയിലായിട്ടായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ഞാനിവിടെ പ്രിഫർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പ്രിഫർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നുള്ള സെറ്റിങ്സിൽ നമ്മൾ 5G പ്രിഫർഡ് എന്നായിരിക്കും നമ്മൾ ഡീഫോൾട്ടായിട്ട് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. എന്നാൽ നമുക്കറിയാം നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ 5G എനേബിൾ ആയിട്ട് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5G ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഫോൺ ഈ 5G നെറ്റ്വർക്കിന് വേണ്ടി വളരെയധികം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ നെറ്റ്വർക്ക് സ്പീഡ് നമുക്ക് വളരെ സ്ലോ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മളുടെ ബാറ്ററിയെ അത് ബാധിക്കുകയും നമ്മളുടെ ബാറ്ററി പെട്ടെന്ന് തന്നെ ചാർജ് തീർന്നു പോകാനായിട്ട് ഇടവരുത്തും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് 4G പ്രിഫർഡിലേക്ക് നമ്മൾ ജസ്റ്റ് മാറ്റിയിടുക. അപ്പോൾ നമുക്കറിയാം 4G എങ്ങനെയൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സ്ഥലത്തും നമുക്ക് 4G ഇപ്പോൾ അവൈലബിൾ ആണ്, നല്ല സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ തടസ്സമില്ലാത്ത നല്ല ഇൻ്റർനെറ്റും നമുക്ക് ഇതിലൂടെ ലഭിക്കാനായിട്ട് സാധിക്കും. അടുത്ത സെറ്റിങ്സ് എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ആക്സസ് പോയിൻ്റ് നെയിംസിലേക്ക് പോവുക. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും APN താഴെ നമ്മൾ ഏതാണോ മൊബൈൽ ഡാറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന APN അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ നോൺ എന്ന ഭാഗത്താണ് കിടക്കുന്നതെങ്കിൽ നമ്മളിവിടെ പാപ്പിലേക്കോ ചാപ്പിലേക്കോ അല്ലെങ്കിൽ നമുക്ക് പാപ്പ് ഓർ ചാപ്പിലേക്കോ മാറ്റിയിടാം. ഇത് ഓരോ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാരും അതേപോലെ തന്നെ ഓരോ ലൊക്കേഷനും ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ പാപ്പിലാണ് കിടക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഗൂഗിളിലേക്ക് പോയതിന് ശേഷം ഇൻ്റർനെറ്റ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യുക. പാപ്പിൽ ആണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത്.
അതിനുശേഷം ആപ്പിലെ ഇൻ്റർനെറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സ്പീഡ് കിട്ടുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം. അതിനുശേഷം നമ്മളുടെ ഓതൻറ്റിക്കേഷൻ ടൈപ്പിൽ നമുക്കിവിടെ ചാപ്പിലേക്ക് മാറ്റിയിടുക. ചാപ്പിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ ഗൂഗിളിലേക്ക് പോയിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതിലാണോ സ്പീഡ് കിട്ടുന്നത് അത് ഇവിടെ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ 3 ഡോട്ട് ലൈൻ കാണാം, അവിടെ സേവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.